അധിക നികുതി ലക്ഷ്യമിട്ട് വൻ ശമ്പളം നൽകി കരാർ നിയമനങ്ങൾ നടത്താനൊരുങ്ങി GST വകുപ്പ്. വിരമിച്ച ഉദ്യോഗസ്ഥരെ അടക്കം കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കും. തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന വാദം ഊന്നിക്കൊണ്ടാണ് കരാർ നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിലും ഉദ്യോഗസ്ഥർക്കിടയിൽ അമർഷം രൂക്ഷമാണ്. കടമെടുപ്പിൽ കേന്ദ്രം നിലപാട് കടുപ്പിച്ചതോടെ മറ്റു വരുമാനങ്ങൾ കണ്ടെത്താനുള്ള തിടുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് GST വകുപ്പിൽ കരാർ നിയമനങ്ങൾ നടത്തും. വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വൻ ശമ്പളം നൽകിയാണ് നിയമനങ്ങൾ. വിവിധ വകുപ്പുകളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ അടക്കം പ്രതിമാസം 2 ലക്ഷത്തോളം രൂപ ശമ്പളത്തോടെ GST വകുപ്പിൽ നിയമിക്കാൻ ധനവകുപ്പ് അനുമതി നൽകി. എന്നാൽ 2012 GST വകുപ്പ് പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് പരിഷ്കാരമെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. അതേസമയം പുനഃസംഘടനയുടെ ഭാഗമായി ജീവനക്കാർക്ക് പരിശീലനം നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പകരമാണ് കരാർ നിയമനങ്ങൾ. ഉയർന്ന ശമ്പളം നൽകിയാൽ അധിക നികുതി പിടിക്കാമെന്ന പൊള്ളയായ വാദവും ധനവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പരിശീലനം ലഭിക്കാതെ പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിൽ ആശങ്കയും സർവീസ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.